ഒരു ഏകാദശി വ്രതം നോൽക്കുന്നതിന്റെ ഉദ്ദേശം തന്നെ നമ്മുടെ മോക്ഷപ്രാപ്തി എന്നാണ് ഉദ്ദേശം. ആ മോക്ഷത്തിലേക്ക് എത്തണമെങ്കിൽ നമ്മളെല്ലാം ത്യജിച്ചിട്ട് വേണം ആ മോക്ഷത്തിലേക്ക് എത്താൻ. അതാണ് ഏകാദശിയുടെ ആ മാഹാത്മ്യം. ഗുരുവായൂർ ഞാൻ കാണാറുണ്ട് പലരും ചെയ്യുന്നത് നാല് തവണ അല്ലെങ്കിൽ 12 തവണ 11 തവണയൊക്കെ പ്രദക്ഷിണം വയ്ക്കാറുണ്ട്. ഒരു തവണയെ ഭഗവാനെ പ്രദക്ഷിണം വയ്ക്കും. പക്ഷെ നമസ്കരിക്കാൻ 3 തവണ നമസ്കരിക്കാം. ഇപ്പൊ ദേവനെയും ബ്രാഹ്മണനെയും രാജാവിനെയും 3 തവണ നമസ്കരിക്കണം എന്നാണ്. പ്രദക്ഷിണം വെക്കേണ്ടത് 1 തവണയും. ഒറ്റ തവണ പ്രദക്ഷിണം വെച്ചാൽ സകല പാപങ്ങളും തീരുന്ന. യാനി യാനിച്ച പാപാനി ജന്മാന്തര കൃതാനിച്ച താനി താനി പുനശ്യന്തി പ്രദക്ഷിണ പതേ പതേ. നമ്മൾ ഓരോ അടി പ്രദക്ഷിണം വെക്കുമ്പോഴും ആ ഭഗവാന്റെ നമ്മൾ ചെയ്ത ഇഹജന്മത്തിലോ പൂർവ്വജന്മത്തിലോ ചെയ്ത ആ പാപമുക്തിക്ക് വേണ്ടിയിട്ടാണ് ഭഗവാനെ പ്രദക്ഷിണം വെക്കുന്നത്. അങ്ങനെ ഭഗവാനെ പ്രദക്ഷിണം വെച്ച് 3 തവണ നമസ്കരിക്കുക. നമ്മൾ അറിഞ്ഞോ അറിയാതെയുള്ള എല്ലാ തെറ്റുകളും ഭഗവാന്റെ പാദങ്ങളിലേക്ക് നമ്മൾ സമർപ്പിക്കുകയാണ് ചെയ്യുന്നത്. സാധാരണക്കാരായിട്ടുള്ള ഭക്തന്മാർക്ക് സാധാരണ ചെല്ലേണ്ടത് കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ എന്നുള്ള മന്ത്രം തന്നെയാണ്. ആ കൃഷ്ണന്റെ ആ ഭഗവത് പാദത്തിലേക്ക് ലയിക്കാനുള്ള ആ ഏറ്റവും പ്രധാനപ്പെട്ടുള്ള മന്ത്രമാണ് കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ. ക്ലേശങ്ങളൊന്നും ഇല്ലാണ്ട് ആ ഭഗവാനിലേക്ക് ലയിക്കുക. അതാണ് ഏറ്റവും ഒരു ഭക്തനെ സംബന്ധിച്ച് ആവശ്യം. കൃഷ്ണ കാരുണ്യ സിന്ധോ കൃഷ്ണ ആപദ് ബാന്ധവ കൃഷ്ണ ഹരി. ഗുരുവായൂർ ഏകാദശി എന്ന് പറയുന്നത് വൃശ്ചിക മാസത്തിലെ വെളുത്ത ഏകാദശിയായിട്ടാണ് ഗുരുവായൂർ ഏകാദശി എന്ന് പറയപ്പെടുന്നത്. ആ ഗുരുവായൂരപ്പന്റെ പ്രതിഷ്ഠാ ദിനമാണ് ഗുരുവായൂർ ഏകാദശി ആചരിച്ചു വരുന്നത്. ഗുരുവായൂർ ദേവസ്വം ആചരിച്ചു വരുന്നത് ഗുരുവായൂരപ്പന്റെ പ്രതിഷ്ഠാ ദിനമായിട്ടാണ് എന്നാണ്. അതിന് കാരണം ചരിത്രത്തിൽ പറയപ്പെടുന്നത് ഗുരുവും വായുവും കൂടിയിട്ട് ആ ഗുരുവായൂരപ്പന്റെ ആ വിഗ്രഹം ആ പ്രതിഷ്ഠ ചെയ്തത് ഗുരുവായൂർ ഏകാദശി ദിവസമായിരുന്നു എന്നാണ്. അതിന്റെ ഒരു സ്മരണ ആണ് ഗുരുവായൂർ ഏകാദശി ആഘോഷിക്കുന്നത്. ആ ഗുരുവായൂർ ഏകാദശിയോടനുബന്ധിച്ച് പിന്നീട് ആഘോഷം, ഒരു ഉത്സവത്തിന്റെ ഒരു ആഘോഷം തന്നെയാണ് ഗുരുവായൂർ നടക്കുന്നത്. 10-12 ദിവസങ്ങളിലായിട്ട് നടക്കുന്ന വിളക്ക്, അതേപോലെ തന്നെ സംഗീതോത്സവം, അങ്ങനെ ഒരു ഉത്സവത്തിന് ഏതൊക്കെ രീതിയിലാണോ ആഘോഷിക്കാറുള്ളത് അതേപോലെയുള്ള ആഘോഷങ്ങളാണ് ഗുരുവായൂർ ആഘോഷിക്കുന്നത്. ഏകാദശി വ്രതം എന്ന് പറയുന്നത് ദശമി മുതലാണ് ഏകാദശിയുടെ വ്രതം ആരംഭിക്കുന്നത്. ആ ദശമി മുതൽ എന്ന് പറയുന്നത് ദശമി വരെ, ദശമി കഴിയോളം ഉള്ള സമയങ്ങളിൽ നമ്മൾ സസ്യാഹാരങ്ങൾ ധാരാളം കഴിച്ചുകൊണ്ട് ഏകാദശി എന്ന് പറയുന്ന ആ ദിവസം മുഴുവൻ ആഹാരം മുഴുവൻ ഇല്ലാത്ത രീതിയിൽ എല്ലാ ആഹാരങ്ങളും ത്യജിച്ചുകൊണ്ട്, അതാണ് കഠിനമായിട്ടുള്ള വ്രതം എന്ന് പറയുന്നത്. ആഹാരം ഒന്നും കഴിക്കാതെ ഭഗവത് ഭജനത്തോടു കൂടിയിരിക്കുന്ന വ്രതമാണ് കഠിന വ്രതം എന്ന് പറയുന്നത്. അങ്ങനെയാണ് സാധാരണ നിലയ്ക്ക് ഏകാദശി ആ വ്രതം ആഘോഷിക്കേണ്ടത്. പക്ഷേ ഇന്നത്തെ കാലത്ത് നമ്മളുടെ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉള്ളതുകൊണ്ട് നമ്മളുടെ ആചാര്യന്മാർ അതിനെ കുറച്ച് മാറ്റങ്ങൾ വരുത്തി ആ ആഹാരക്രമത്തില് അരിഭക്ഷണം കഴിക്കുന്ന ആൾക്കാര്, നമ്മളെല്ലാവരും അരിഭക്ഷണം തന്നെ ആവും കഴിക്കുന്നുണ്ടാവുക. ആ അരിഭക്ഷണം കഴിക്കുന്ന ആൾക്കാര് ഒരു നേരം അരിഭക്ഷണം ഒഴിവാക്കി മറ്റു 2 നേരവും ഭക്ഷണം ഗോതമ്പോ അങ്ങനെയുള്ള ഏതെങ്കിലും ഭക്ഷണങ്ങൾ, നമ്മൾ കഴിക്കാത്ത ആയിട്ടുള്ള ഭക്ഷണങ്ങൾ, നമ്മൾ സ്ഥിരമായിട്ട് കഴിക്കാത്ത ഭക്ഷണങ്ങൾ നമ്മൾ കഴിച്ചുകൊണ്ട് വ്രതം നടത്താനാണ് ആചാര്യന്മാർ പറയപ്പെടുന്നത്. അത് മാത്രല്ല, ചില ആചാര്യന്മാർ പറയുന്നുണ്ട് ഒരു നേരം മാത്രം ഭക്ഷണം കഴിച്ചുകൊണ്ട്
ഈ ഭക്ഷണം എന്ന് പറഞ്ഞാൽ അരിഭക്ഷണം ഒഴിവാക്കിക്കൊണ്ട് ഒരു നേരം ആ എന്തെങ്കിലും ഭക്ഷണം മാത്രം കഴിച്ചുകൊണ്ട് ഫലമൂലാദികളോ അല്ലെങ്കിൽ ഗോതമ്പുമായി ബന്ധപ്പെട്ടുള്ള ഭക്ഷണങ്ങളോ ക്രമങ്ങളോ ഒക്കെ ആയിട്ട് നമ്മള് അരി എന്ന് പറയുന്നത് കുറച്ച് കഠിനമുള്ള ഭക്ഷണ പദാർത്ഥമായതുകൊണ്ടാണ് അരി ഉപേക്ഷിക്കണം എന്ന് പറഞ്ഞത്. അപ്പൊ ഗോതമ്പ് അതിലും കുറച്ച് കഠിനം കുറവായതുകൊണ്ടാണ് ആ ഗോതമ്പ് ഉപയോഗിക്കാം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള കഠിനമായിട്ടുള്ള ആ പദാർത്ഥങ്ങൾ മാറ്റി നിർത്തി ഗോതമ്പോ അങ്ങനെയുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ മാത്രമായിട്ട് ആ ഏകാദശി വ്രതം നോൽക്കണം എന്നാണ് പറയുന്നത്. ആ ഏകാദശി വ്രതം നോറ്റ് ദ്വാദശിയുടെ അന്ന് നമ്മള് വിഷ്ണു സഹസ്രനാമം ജപിച്ച് വിഷ്ണു സഹസ്രനാമം ജപിച്ച് തുളസി തീർത്ഥം സേവിക്കുന്നതോട് കൂടിയിട്ടാണ് ഈ ഏകാദശി വ്രതം സമാപിക്കുന്നത്. അപ്പൊ ദശമി മുതൽ ദ്വാദശി വരെയുള്ള ദിവസങ്ങളിൽ ഈ ഏകാദശി വ്രതത്തിന്റെ ആരംഭം തുടങ്ങുന്നു. ദശമിയുടെ അന്ന് വൈകുന്നേരം ഭക്ഷണം കഴിച്ചാൽ ഭഗവത് ഭജനത്തോടു കൂടിയിട്ടാണ് ഈ ഏകാദശി വ്രതം ആരംഭിക്കുന്നത്. അത് കഴിഞ്ഞ് ഏകാദശി മുഴുവൻ നമ്മള് ഈ വ്രതം നോൽക്കുന്ന സമയത്ത് നാമജപമായിട്ട് ഇരുന്നു കൊണ്ട് ദശമി വരെ നമ്മള് ഈ തീർത്ഥം സേവിക്കുന്നതോട് കൂടിയിട്ടാണ് ഈ ഏകാദശി വ്രതം സമാപിക്കുന്നത്. നമ്മള് ഏകാദശിയുടെ അന്ന് രാവിലെ നമ്മൾ എഴുന്നേറ്റ ഉടനെ ശരീരശുദ്ധി വരുത്തിയതിന് ശേഷം നമ്മള് വീട്ടില് ഉള്ള പൂജാമുറിയില് ഭഗവാന്റെ വിളക്ക് കൊളുത്തിയതിന് ശേഷം ചന്ദനത്തിരി സമർപ്പിച്ചതിന് ശേഷം ധൂപദീപാദികൾ സമർപ്പിച്ചതിന് ശേഷം ആ ഏകാദശിയുടെ ആ വ്രതം നമ്മൾ വീട്ടിൽ വെച്ച് ചെയ്യുകയാണെങ്കിൽ നമ്മള് എവിടെ ഇരുന്ന് നമ്മൾ ജപിക്കുകയാണെങ്കിലും ഭഗവാൻ അവിടെ ഉണ്ട് എന്നാണ് സങ്കല്പം. നമ്മളിപ്പോ ഏകാദശിക്ക് ഇപ്പൊ ഗുരുവായൂർക്ക് നമുക്ക് പോകാൻ സാധിക്കില്ല. തിരക്കുകളെ കൊണ്ടും ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളെ കൊണ്ടൊക്കെ നമുക്ക് അവിടെ ഗുരുവായൂരപ്പനെ അവിടെ പോയി കാണാൻ സാധിക്കാത്ത ആൾക്കാരാണെങ്കിൽ നമ്മൾ വീട്ടിൽ വെച്ച് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആ പൂജാമുറിയിൽ ഇരുന്ന് നമ്മള് ആ ഭഗവാന്റെ തിരുനാമങ്ങള് നാരായണ മന്ത്രങ്ങള് ധാരാളം ഇരുന്ന് ജപിക്കുക. ഭഗവാനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് നാമങ്ങൾ ജപിക്കുക. ഭാഗവതം മുതലായിട്ടുള്ള ഭാഗവതം മുതലായിട്ടുള്ള പുരാണങ്ങള് നമ്മൾ വായിക്കുക. ഭക്ഷണം നമ്മൾ കുറയ്ക്കുക. ഭക്ഷണ ക്രമീകരണം ഉണ്ടാവുക. അതായത് അരിഭക്ഷണം ഒഴിവാക്കിക്കൊണ്ട് നമ്മൾ ഗോതമ്പുമായിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കുക. സാധാരണയായിട്ട് ഭക്ഷണം തന്നെ തീരെ ഒഴിവാക്കണം എന്നാണ് ഏകാദശി വ്രതത്തിൽ പറയുന്നത്. അത് ഇല്ലെങ്കിൽ തന്നെ നമുക്ക് ഭക്ഷണം ഒരു ദിവസം മുഴുവൻ കഴിക്കാതിരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ ഗോതമ്പുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഭക്ഷണ ക്രമീകരണങ്ങൾ കഴിക്കുക. അന്നത്തെ ദിവസം സസ്യാഹാരങ്ങൾ മുഴുവൻ എല്ലാം ത്യജിക്കുക. നമ്മൾ എന്തൊക്കെയാണോ ഭക്ഷിക്കുന്നത് അതെല്ലാം നമ്മൾ സ്ഥിരമായിട്ട് കഴിക്കുന്ന ഭക്ഷണങ്ങളെല്ലാം ഒഴിവാക്കുക. അല്ലാത്ത ഏതെങ്കിലും ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കുക. അതാണ് ഏകാദശി വ്രതം നമ്മൾ ഒരു വീട്ടിൽ വെച്ച് ചെയ്യുകയാണെങ്കിൽ ആ ഏകാദശി മുതൽ ദ്വാദശി വരെ ഭഗവാന്റെ തിരുനാമങ്ങള് നാരായണ മന്ത്രങ്ങള് ഉരുവിട്ട് ജപിക്കുക. അങ്ങനെ നമ്മളെ ആ ഭഗവാന്റെ പാദത്തിലേക്ക് ലയിക്കുകയാണ് വേണ്ടത്. ഒരു ഏകാദശി വ്രതം നോൽക്കുന്നതിന്റെ ഉദ്ദേശം തന്നെ നമ്മുടെ മോക്ഷപ്രാപ്തി എന്നാണ് ഉദ്ദേശം. ആ മോക്ഷത്തിലേക്ക് എത്തണമെങ്കിൽ നമ്മളെല്ലാം ത്യജിച്ചിട്ട് വേണം ആ മോക്ഷത്തിലേക്ക് എത്താൻ. അതാണ് ഏകാദശിയുടെ ആ മാഹാത്മ്യം. അതുകൊണ്ട് ആ ഭക്ഷണക്രമങ്ങളെല്ലാം ത്യജിച്ച് ഭഗവാന്റെ പാദത്തിലേക്ക് നമ്മൾ ലയിക്കുകയാണ് ചെയ്യേണ്ടത്. സത്യം പറഞ്ഞ കലികാലം എന്നാണോ ആരംഭിച്ചത് അന്നാണ് ഏകാദശി ആരംഭിച്ചത്. ആ കലികാലത്തിലെ മനുഷ്യന്മാരാണ് ജനിക്കുക എന്നും ആ മനുഷ്യന്മാർക്ക് പല ദുരിതങ്ങളും ഈ കലികാലത്തിൽ അനുഭവിക്കാം എന്നൊക്കെ കഴിഞ്ഞ യുഗത്തിലെ ഋഷീശ്വരന്മാര് ഭാഗവതാദി പുരാണങ്ങളിൽ പരാമർശിക്കപ്പെടുന്നുണ്ട്. അവര് ഉണ്ടാക്കിയതായിട്ടുള്ള ആ കർമ്മ വ്യവസ്ഥയാണ് ഇതേപോലുള്ള ഏകാദശി വ്രതം, ഷഷ്ഠി വ്രതം, തിങ്കളാഴ്ച വ്രതം, അങ്ങനെയുള്ള ഓരോ വ്രതങ്ങൾ. അപ്പൊ കലികാലം എന്നാണോ തുടങ്ങിയത് ആ കാലം മുതൽ തന്നെ ഈ ഏകാദശി വ്രതം ആരംഭിച്ചു എന്നാണ് എന്നെ സംബന്ധിച്ച് പറയാനുള്ളത്. സാധാരണ ഒരു ഭക്തന് ഈ ഏകാദശി ദിവസത്തില് നമ്മള് തുളസി തറയില് വിളക്ക് വെക്കുന്നു.
അതേപോലെ തന്നെ അവിടെ പൂജ നടത്തുന്നു. ഭഗവാന്റെ പ്രീതിക്കായിട്ടാണ് നമ്മൾ ആ തുളസിത്തറയില് വിളക്ക് വയ്ക്കുന്നതും അവിടെ ഭഗവാനെ പൂജിക്കുന്നതും. തുളസി ഭഗവാന്റെ ഒരു പുഷ്പമാണ്. ഭഗവാനെ പൂജിക്കപ്പെടുന്ന ഒരു പുഷ്പമാണ് തുളസി എന്ന് പറയുന്നത്. ബാക്കി എല്ലാ പൂവിനെക്കാട്ടും ഭഗവാന് ഇഷ്ടപ്പെട്ട പൂവാണ് തുളസിപ്പൂവ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആ തുളസിപ്പൂവ് നമ്മൾ പൂജയ്ക്കെടുക്കുന്നതും ഭഗവാനെ ചാർത്തുന്നതും മാലയിൽ അണിയുന്നതും മാലയ്ക്കായിട്ട് അണിയിക്കുന്നതൊക്കെ. ആ തുളസി തീർത്ഥത്തിൽ തന്നെ ഭഗവാന്റെ ഓരോ ആ തുളസിയുടെ ഇലയിൽ തന്നെ ഭഗവാന്റെ ഓരോ ഭാഗങ്ങളും ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഇപ്പൊ നമ്മൾ തന്നെ സാധാരണയായിട്ട് ഒരു ഉദാഹരണത്തിന് നമുക്ക് ഒരു സംശയം വന്നു കഴിഞ്ഞാൽ, എന്തെങ്കിലും ഒരു കാര്യത്തിൽ സംശയം വന്നു കഴിഞ്ഞാൽ പഴയ ആൾക്കാർ പറയാറുണ്ട്, ഒരു തുളസി ഇല ഇട്ട് നോക്കൂ, ഭഗവാൻ പറയുന്നത് പോലെയാണ് പറയുക. അപ്പൊ ഭഗവാൻ തന്നെയാണ് അത്. ആ തുളസി എന്ന് പറയുന്ന ആ ഇല ഭഗവാൻ തന്നെയാണ്. ആ ഭഗവാന്റെ ഒരു അംശമാണ് ആ തുളസി. അപ്പൊ അവിടെ നമ്മള് വിളക്ക് വയ്ക്കുന്ന ആ ഏകാദശി ദിവസം, ഏകാദശി ദിവസങ്ങളിലല്ല വേണ്ടത്, രാവിലെയും വൈകുന്നേരവും. എന്റെ അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. രാവിലെയും വൈകുന്നേരവും ആ തുളസിത്തറയില് ഭഗവാനെ സങ്കല്പിച്ചുകൊണ്ട് വിളക്ക് വെക്കണം എന്നാണ്. അങ്ങനെ വിളക്ക് വെച്ചു കഴിഞ്ഞാൽ ഭഗവാന്റെ സാന്നിധ്യം എന്ന് ആ കുടുംബത്തിൽ ഉണ്ടാവുന്നതാണ്. അതെങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, രാവിലെ നമ്മൾ ശരീരശുദ്ധി ചെയ്യുക. ശരീരശുദ്ധി എന്ന് പറയുന്നത് പല രീതിയിലുണ്ട്. നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്നു, നമുക്കൊരു ചെറിയൊരു രോഗമുണ്ട്, അന്ന് കുളിക്കാൻ പറ്റില്ല, കുളിക്കാൻ പറ്റില്ലെങ്കിൽ കയ്യും കാലും കഴുകി, നമ്മൾ പല്ലൊക്കെ തേച്ച് കയ്യും കാലും കഴുകി ശരീരത്തിലെ ശുദ്ധി, നമ്മളുടെ എല്ലാ പ്രാഥമികമായിട്ടുള്ള എല്ലാ കർമ്മങ്ങളും ചെയ്ത് നമ്മൾ ശരീരത്തിനെ ശുദ്ധീകരിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ശുദ്ധീകരിച്ചതിന് ശേഷം നമ്മൾ ഭഗവാനാകുന്ന ആ തുളസിത്തറയില്, ഭഗവാന്റെ ആ പരശരീരമാകുന്ന ആ തുളസിത്തറയില്, ആ തുളസിത്തറയിൽ ചെന്ന് നമ്മൾ ആദ്യം ഭഗവാനെ സങ്കല്പിച്ചൊന്ന് വണങ്ങി, നല്ലോണം കൈകൂപ്പി വണങ്ങി, ഭഗവാൻ അവിടെ ഉണ്ട് എന്ന് മനസ്സിൽ നല്ലോണം ധ്യാനിച്ചുകൊണ്ട്, ആ സമയത്ത് നമ്മൾ പറഞ്ഞു നമ്മൾ എങ്ങനെയാണ് ചെല്ലേണ്ടത്. സാധാരണ ഒരു വസ്ത്രം ഇപ്പോ ചെയ്യുന്ന പോലെയുള്ള വസ്ത്രങ്ങളല്ല, ശുദ്ധ വസ്ത്രങ്ങൾ ധരിക്കണം എന്നാണ്. ശുദ്ധ വസ്ത്രങ്ങൾ എന്ന് പറയുന്നത് വെളുത്ത വസ്ത്രങ്ങൾ എന്നാണ് ഉദ്ദേശിക്കുന്നത്. വെളുത്ത വസ്ത്രങ്ങളാണ് അവിടെ നമ്മൾ ധരിക്കേണ്ടത് ഈ സമയത്ത്. അത് എന്തൊരു കർമ്മത്തിനായാലും ശരി, നമ്മൾ എന്തൊരു ഇവിടെ നിന്നല്ല, നമ്മൾ എന്തൊരു മംഗളമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യുകയാണെങ്കിലും അവിടെ ശുദ്ധമായിട്ടുള്ള വസ്ത്രം എന്ന് പറയുന്നത് വെളുത്ത വസ്ത്രങ്ങൾ എന്നാണ് പറയപ്പെടുന്നത്. ആ ശുദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലക്കി തേച്ച മുണ്ട് അല്ലെങ്കിൽ വസ്ത്രങ്ങൾ എന്നല്ല ഉദ്ദേശിക്കുന്നത്. വെളുത്ത വസ്ത്രങ്ങൾ, നല്ലവണ്ണം വെളുത്തതായിട്ടുള്ള വസ്ത്രങ്ങൾ. ആ വെളുത്തതായിട്ടുള്ള വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് ആ ഭഗവാന്റെ മുമ്പിൽ ചെന്ന് ഭഗവാനെ ആദ്യം ഒന്ന് വണങ്ങുക. നമ്മളുടെ കയ്യിലിരിക്കുന്ന ആ തിരിനാളത്തിൽ ജ്വലിക്കുന്ന ആ ദീപം ഭഗവാനിലേക്ക് സമർപ്പിക്കുക. അങ്ങനെ സമർപ്പിക്കുമ്പോഴാണ് ആ ഭഗവാനെ മുമ്പിൽ നമ്മൾ കാണാൻ സാധിക്കുന്നത്. അങ്ങനെയുള്ള ആ ഭഗവാനെ കണ്ടിട്ട് ഒറ്റ തവണയെ നമ്മൾ പ്രദക്ഷിണം വെക്കണ്ടു. 3 തവണ 4 തവണ 5 തവണ എന്നൊന്നുമില്ല. പ്രദക്ഷിണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ തവണ. ഒരു തവണ പ്രദക്ഷിണം വെക്കുക, 3 തവണ നമസ്കരിക്കുക എന്നാണ് ആചാര്യന്മാരെ പറയപ്പെടുന്നത്. ഒരു തവണ പ്രദക്ഷിണം വെക്കുക, 3 തവണ നമസ്കരിക്കുക. അത് തന്നെയാണ് ഗുരുവായൂർ ഞാൻ കാണാറുണ്ട് പലരും ചെയ്യുന്നത്. 4 തവണ അല്ലെങ്കിൽ 12 തവണ 11 തവണയൊക്കെ പ്രദക്ഷിണം വെക്കാറുണ്ട്. പലരും ചോദിക്കാറുണ്ട് എന്നോട്, കണ്ടു കഴിഞ്ഞാൽ അറിയുന്ന ആൾക്കാര്, ഇത്രയൊക്കെ വേണോ തിരുമേനി ചോദിക്കാറുണ്ട്. പക്ഷെ ഞാൻ അറിയുന്ന ആൾക്കാരോട് പറയാറുണ്ട്, ഒരു തവണയെ ഭഗവാനെ പ്രദക്ഷിണം വെക്കുള്ളൂ. പക്ഷെ നമസ്കരിക്കാൻ 3 തവണ നമസ്കരിക്കണം. ഇപ്പൊ ദേവനെയും ബ്രാഹ്മണനെയും രാജാവിനെയും 3 തവണ നമസ്കരിക്കണം എന്നാണ് പറയുക. പ്രദക്ഷിണം വെക്കേണ്ടത് ഒരു തവണയാണ്. ഒറ്റ തവണ പ്രദക്ഷിണം വെച്ചാൽ സകല പാപങ്ങളും തീരുന്നതാണ്. യാനി യാനിച്ച പാപാനി ജന്മാന്തര കൃതാനിച്ച താനി താനി പുനശ്യന്തി പ്രദക്ഷിണ പദേ പദേ. നമ്മൾ ഓരോ അടി പ്രദക്ഷിണം വെക്കുമ്പോഴും ആ ഭഗവാന്റെ നമ്മൾ ചെയ്ത ഇഹജന്മത്തിലോ പൂർവ്വജന്മത്തിലോ ചെയ്ത ആ പാപമുക്തിക്ക് വേണ്ടിയിട്ടാണ് ഭഗവാനെ പ്രദക്ഷിണം വെക്കുന്നത്. അങ്ങനെ ഭഗവാനെ പ്രദക്ഷിണം വെച്ച് 3 തവണ നമസ്കരിക്കുക. നമ്മൾ അറിഞ്ഞോ അറിയാതെയായിട്ടുള്ള എല്ലാ തെറ്റുകളും ഭഗവാന്റെ പാദങ്ങളിലേക്ക് നമ്മൾ സമർപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ഈ പ്രദക്ഷിണം വെച്ച് നമസ്കരിക്കുക എന്ന്.
അപ്പൊ നമ്മളൊരു ധാരണക്കുറവാണ്ട്. നമ്മൾ 3 തവണ പ്രദക്ഷിണം വെച്ചുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. എത്ര തവണ പ്രദക്ഷിണം വെച്ചാലും, എത്ര നാമം ജപിച്ചാലും, എത്ര നമസ്കരിച്ചാലും ഭഗവാന് സന്തോഷമേ ഉണ്ടാവുള്ളൂ. അതല്ല, പക്ഷെ നമ്മൾ മനസ്സിൽ ഒരു തവണ എന്തായാലും പ്രദക്ഷിണം വെക്കണം. 3 തവണ നമ്മൾ ഭഗവാനെ നമസ്കരിക്കണം. അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഒരു തവണ പ്രദക്ഷിണം, ആ തുളസി തറയ്ക്ക് പ്രദക്ഷിണം വെച്ച് 3 തവണ ആ നമസ്കരിക്കുക. ആ നമസ്കരിക്കുന്നതോട് കൂടിയിട്ട് നമ്മുടെ എല്ലാ പാപങ്ങളും തീർന്ന് നമ്മളെ മോക്ഷത്തിലേക്ക്, മോക്ഷം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് നമ്മളെ എത്തിക്കണേ എന്ന് ഭഗവാനോട് മനസ്സുരുകി പ്രാർത്ഥിക്കുകയാണ് ആ ഏകാദശി വ്രതത്തിൽ നമ്മൾ ചെയ്യാം. സാധാരണയായിട്ട് ഒരു ഭക്തനെ സംബന്ധിച്ച്, ഭക്തൻ എന്ന് പറയുന്നത് ഭഗവാനില് വിശ്വസിക്കുന്ന ആരാണോ അതാണ് ഭക്തൻ. ആ ഭഗവാനെ വിശ്വസിക്കുന്നവരെയാണ് ഭക്തൻ എന്ന് പറയുക. അല്ലാണ്ട് എല്ലാവരും ഭക്തന്മാരല്ല. ഭഗവാനെ വിശ്വസിക്കുന്ന വ്യക്തി ആരാണോ അയാളാണ് ആ ഭക്തനെ. ആ ഭക്തൻ ഏകാദശി വ്രതം ദിവസം ബ്രാഹ്മണർക്ക് മാത്രമാണ് വേദാധികാരം പറഞ്ഞിട്ടുള്ളൂ. ബ്രാഹ്മണര് ചെല്ലേണ്ടത് വൈഷ്ണവമായിട്ടുള്ള മന്ത്രങ്ങള്, പുരുഷ സൂക്തം, അതുപോലെ ഭാഗ്യസൂക്തം, പിന്നെ വിഷ്ണു സൂക്തം, അധോദേവ എന്ന് പറയുന്ന ഒരു സൂക്തങ്ങളുണ്ട്. അങ്ങനെയുള്ള ധാരാളം സൂക്ത മന്ത്രങ്ങള് ഭഗവാനെ ജപിക്കുക. അതുപോലെ ഭഗവാനെ ബ്രാഹ്മണരാകുമ്പോൾ പൂജ ചെയ്യാൻ അവർക്ക് എളുപ്പമാണ്. അങ്ങനെ പൂജ ചെയ്യുന്ന ബ്രാഹ്മണരാണെങ്കിൽ, അമ്പലങ്ങളിലെ വിഷ്ണു ക്ഷേത്രത്തിലൊക്കെ പൂജ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഈ മന്ത്രങ്ങളെ കൊണ്ട് അഭിഷേകം ചെയ്യുക, മന്ത്രം ചൊല്ലി അഭിഷേകം ചെയ്യുക. സാധാരണക്കാരായിട്ടുള്ള ഭക്തന്മാർക്ക് ഈ വേദമന്ത്രം ചെല്ലാൻ അർഹതയില്ല സാധാരണ നിലയ്ക്ക്. ഇപ്പോ നമ്മളെ ഈ യുഗത്തില് ഇപ്പൊ കുറച്ച് ആൾക്കാര് ചെല്ലുന്നവരുണ്ട്. അതിന് തെറ്റാണോ ശരിയാണോ എന്നൊന്നും പറയാൻ എനിക്ക് അധികാരമില്ല. പക്ഷെ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അവർക്കത് അവരുടെ ആചാര്യന്മാർ അവര് ഉപദേശിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ചെല്ലാം, വിരോധമൊന്നുമില്ല. പക്ഷെ സാധാരണക്കാരായിട്ടുള്ള ഭക്തന്മാർക്ക് സാധാരണ ചെല്ലേണ്ടത് കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ എന്നുള്ള മന്ത്രം തന്നെയാണ്. ആ കൃഷ്ണന്റെ ആ ഭഗവത് പാദത്തിലേക്ക് ലയിക്കാനുള്ള ആ ഏറ്റവും പ്രധാനപ്പെട്ടുള്ള മന്ത്രമാണ് കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ, ക്ലേശങ്ങളൊന്നും ഇല്ലാണ്ട് ആ ഭഗവാനിലേക്ക് ലയിക്കുക. അതാണ് ഏറ്റവും ഒരു ഭക്തനെ സംബന്ധിച്ച് ആവശ്യം. ആ ഭഗവാന്റെ പാദത്തിലേക്ക് എങ്ങനെയാണോ ലയിക്കാൻ സാധിക്കുക, അങ്ങനെ ലയിക്കാൻ സാധിക്കുകയാണെങ്കിൽ അതന്നെയാണ് ഒരു ഭക്തനെ സംബന്ധിച്ച് നല്ലത് ചെയ്യേണ്ടത്. അപ്പൊ ഈ ഒരു പ്രാർത്ഥനാമന്ത്രം രാവിലെ മുതൽ വൈകുന്നേരം വരെ, വൈകുന്നേരം എന്നല്ല, ദ്വാദശി രാവിലെ വരെ ജപിക്കാൻ സാധിക്കുമെങ്കിൽ അതന്നെയാണ് ചെയ്യേണ്ടത്. വേറെ ഒരു മന്ത്രം ജപിക്കേണ്ട ആവശ്യമില്ല എന്നാണ്. അതേപോലെ തന്നെ ഇനി പുരാണങ്ങൾ വായിക്കാം. ഭാഗവതാദി പുരാണങ്ങള്, ഗീത മുതലായിട്ടുള്ള പുരാണങ്ങള്, നാരായണീയം മുതലായിട്ടുള്ള പുരാണങ്ങൾ, ഇതൊക്കെ നമുക്ക് വായിക്കാൻ സാധിക്കുമെങ്കിൽ, അതൊക്കെ വായിക്കുകയാണെങ്കിൽ തന്നെ വളരെ ശ്രദ്ധാലുവായിട്ട്, വളരെ മനസ്സിരുത്തിക്കൊണ്ട്, അക്ഷരത്തോടു കൂടിയിട്ട്, അക്ഷരം ഇതൊക്കെ സംസ്കൃത പദങ്ങളായത് കാരണം ഒരക്ഷരം മാറിക്കഴിഞ്ഞാൽ വേറൊരു അർത്ഥമായിട്ട് മാറും. അപ്പൊ അതുകൊണ്ട് അക്ഷരം വളരെ ശ്രദ്ധിച്ചുകൊണ്ട്, വളരെ മെല്ലെ മെല്ലെ സാവധാനത്തിൽ വായിച്ചുകൊണ്ട് ഭഗവാനെ പ്രീതിപ്പെടുത്തുകയാണ് ചെയ്യേണ്ടത്. ഏകാദശി ദിവസം ഒരു വിഷ്ണു ക്ഷേത്രത്തില് ചെയ്യേണ്ട വഴിപാടുകള് എന്ന് പറയുന്നത്, അവിടെ നിത്യവും ഒരു ഭക്തൻ ചെയ്യേണ്ട വഴിപാട് എന്ന് പറയുന്നത് ആ ക്ഷേത്രത്തില് എത്തി ഭഗവാനെ അവിടെ ഇരുന്നു കൊണ്ട് നാമം ജപിക്കുകയാണ് ഏറ്റവും വലിയ വഴിപാട് ഭഗവാനെ സംബന്ധിച്ച്. മറ്റുള്ള ബാഹ്യമായിട്ടുള്ള വഴിപാടുകളൊക്കെ നമുക്ക് ഏത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം. പുഷ്പാഞ്ജലി, പായസം, അതുപോലെ നിവേദ്യം, ഇതൊക്കെ നമുക്ക് ചെയ്യാം. പക്ഷെ അതിലും ഏറ്റവും വലിയ വഴിപാട് എന്ന് പറയുന്നത് ആ ക്ഷേത്രത്തിലെത്തുക, ആ ഭഗവാന്റെ നട തുറന്ന്, ആ ഭഗവാന്റെ നട അടയ്ക്കുന്ന, ഉച്ചപൂജ കഴിഞ്ഞ് നട അടയ്ക്കുന്നവരെ അവിടെ ഇരുന്ന് നാമങ്ങൾ ജപിക്കുക. വൈകുന്നേരവും നട തുറന്ന് അടയ്ക്കുന്നവരെ നാമങ്ങൾ ജപിക്കുക. ഇതിലും പുണ്യമായിട്ടുള്ള ഒരു ദിവസം അല്ലെങ്കിൽ ഒരു വഴിപാട് ഭഗവാനെ സംബന്ധിച്ച് ഉണ്ടാവില്ല എന്നാണ് എന്റെ അഭിപ്രായം.
മറ്റുള്ള വഴിപാടുകളൊക്കെ നമുക്ക് ചേർക്കാം. ഭഗവാന് ഇഷ്ടപ്പെട്ട നിവേദ്യമായിട്ടുള്ള പാൽപ്പായസം, വെണ്ണ നിവേദ്യം, അവിൽ നിവേദ്യം, ഇതൊക്കെ നമുക്ക് ഭഗവാന് സമർപ്പിക്കാം. അപ്പം ഇതൊക്കെ സമർപ്പിക്കാം. പക്ഷെ അതിലും കൂടുതൽ ചെയ്യേണ്ടത്, ഏറ്റവും ചെയ്യേണ്ടത് ഇത് തന്നെയാണ്. പിന്നെ അതിൽ നമ്മൾ അന്നത്തെ ദിവസം ഭഗവാന് അഭിഷേകങ്ങൾ ഉണ്ടെങ്കിൽ ആ അഭിഷേകങ്ങൾ ചെയ്യാൻ സാധിക്കുമെങ്കിൽ അന്ന് അത് ചെയ്യാണ് വേണ്ടത്. ഇപ്പൊ ശംഖാഭിഷേകം, അതുപോലെ എണ്ണ അഭിഷേകം, അതുപോലെ വാകച്ചാർത്ത, അങ്ങനെയുള്ള മുതലായിട്ടുള്ള ഓരോ അഭിഷേകങ്ങളും ഭഗവാന് ചെയ്യാൻ സാധിക്കുമെങ്കിൽ അതന്നെയാണ് ഭഗവാന് ഇഷ്ടപ്പെട്ട വഴിപാട്. അതുപോലെ പിന്നെ മറ്റുള്ള പാൽപ്പായസം മുതലായിട്ടുള്ള വഴിപാടുകളും നമുക്ക് ധാരാളം ചെയ്യാം. അതൊന്നും ഒരു വിരോധമില്ല. പക്ഷെ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു വഴിപാട് എന്ന് പറയുന്നത് ഭക്തൻ ഭഗവാന്റെ അടുത്ത് വന്ന് ഭഗവാനെ നാമം ജപിച്ചിരിക്കുന്നത് തന്നെയാവും ഏറ്റവും വലിയ വഴിപാട്. ആ വഴിപാട് ആണ് ഒരു ഭക്തനെ സംബന്ധിച്ച് ഭഗവാന് സമർപ്പിക്കാനുള്ളത്. ഏകാദശി വ്രതത്തിന്റെ ഉദ്ദേശം തന്നെ മോക്ഷപദത്തിലേക്ക് എത്തുക എന്നുള്ളതാണ്. ആ മോക്ഷപദത്തിലേക്ക് എത്തുന്ന ഒരു ദിവസമാണ്. അത് കഠിനമായിട്ട് വ്രതം അനുഷ്ഠിച്ച് ആ ഭഗവാനിലേക്ക് ലയിക്കുന്ന ഒരു സമയമാണ് ശരിക്കും പറഞ്ഞാൽ ഏകാദശി വ്രതം നോക്കുന്നതിന്റെ ഉദ്ദേശം. അപ്പോ ഈ ഗുരുവായൂർ ഏകാദശിയുടെ പ്രാധാന്യം തന്നെ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഗുരുവും വായുവും കൂടി അന്വേഷിച്ച് ആ 3 യുഗങ്ങളിലായിട്ട് പൂജിച്ചിരുന്ന ആ വിഗ്രഹം അന്വേഷിച്ച് കണ്ടുപിടിച്ച് ആ ഏകാദശി ദിവസം ആയിട്ടുകൊണ്ട് ആ ഗുരുവായൂർ എന്ന് പറയുന്ന ആ സ്ഥലത്ത് പ്രതിഷ്ഠ ചെയ്യാൻ. അപ്പോ അവര് ആ ദേവന്മാര്, ആ ഗുരുവും വായുവും എന്ന് പറയുന്ന ആ ദേവന്മാര് ആ ഭഗവാനിലേക്ക് ലയിക്കാൻ വേണ്ടി, ആ ഭഗവാന്റെ ആ പാദത്തിലേക്ക് അവർക്ക് എത്താൻ വേണ്ടിയിട്ട് അവര് ശ്രമിച്ചതിന്റെ ഫലമാണ് അവർക്ക് ആ കർമ്മം സാധിക്കാൻ സാധിച്ചത്. അതേപോലെ തന്നെ നമ്മളുടെ അഭീഷ്ട കാര്യങ്ങൾക്ക്, ഉദ്ദിഷ്ട കാര്യങ്ങൾക്ക്, മോക്ഷം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് ഒരു മനുഷ്യനെ സംബന്ധിച്ച് എത്രയും വേഗം മോക്ഷത്തിലേക്ക് എത്തുക എന്നുള്ളതാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ച് ആഗ്രഹം. അതേപോലെ തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വയസ്സാവും തോറും, പ്രായാധിക്യം കൂടുന്തോറും നമ്മളെ കടത്താതെ വേഗം ഭഗവാന്റെ പാദത്തിലേക്ക് ലയിപ്പിക്കാനാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ച് ആഗ്രഹിക്കുക. അതേപോലെ തന്നെ ഓരോ മനുഷ്യരും നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലം ദുഃഖങ്ങളെ ഇല്ലാണ്ടേക്ക് സുഖങ്ങളെ ഉണ്ടാക്കി തരാനാണ് പ്രാർത്ഥിക്കുക. അപ്പോൾ സുഖങ്ങളെ ഉണ്ടാക്കി തരണമെങ്കിൽ നമുക്ക് അഭീഷ്ടമായിട്ടുള്ള കാര്യങ്ങൾ ഭഗവാൻ ഉണ്ടാക്കി തരണം. അതിനു വേണ്ടിയിട്ടാണ് ഈ ഏകാദശി വ്രതം നമ്മൾ നോക്കുന്നത്. ആ ഏകാദശി വ്രതം കഠിനമായിട്ടുള്ള വ്രതം തന്നെയാണ് ഏകാദശി വ്രതം എന്ന് പറയുന്നത്. ആ വ്രതത്തിന്റെ പ്രാധാന്യം ശരിക്കു പറയുകയാണെങ്കിൽ എല്ലാം ജലപാനം മുഴുവൻ ഉപേക്ഷിച്ചുകൊണ്ട് ദ്വാദശി വരെ, ദ്വാദശി ആയിക്കഴിഞ്ഞാൽ ഒരു ബ്രാഹ്മണന് ദാനം ചെയ്തിട്ട് വേണം തീർത്ഥം സേവിക്കാൻ എന്നാണ് പറയുക. അങ്ങനെ ചെയ്യുന്ന വ്രതമാണ് ശരിക്കും ഏകാദശി വ്രതം എന്ന് പറയുന്നത്. അതിന്റെ ഒരു ഭാഗമാണ് ഗുരുവായൂര് ദ്വാദശിപ്പണം വയ്ക്കുക എന്ന് പറയുന്ന ഒരു സമ്പ്രദായമുണ്ട്. ഈ ദ്വാദശി ദിവസം യാഗം ചെയ്ത അഗ്നിഹോത്രികള് ആ കൂത്തമ്പലത്തിലിരുന്ന് ആദ്യം ഈ പറഞ്ഞ അവർക്ക് ദക്ഷിണ സമർപ്പിക്കുകയാണ് ചെയ്യുന്നത്. ആ ദക്ഷിണ സമർപ്പിക്കുന്നതിന്റെ ഉദ്ദേശം നമ്മളുടെ ആ പാപശക്തിയെ അവരിലേക്ക് ലയിപ്പിക്കുകയാണ്. അങ്ങനെ ഞാൻ ഭഗവാനിലേക്ക് പോകുന്നു എന്നാണ് ആ സങ്കല്പം. അപ്പൊ അത്രയും കഠിനമായിട്ടുള്ള വ്രതം ചെയ്ത് ബ്രാഹ്മണന് ദാനം ചെയ്ത്, അപ്പൊ ഗുരുവായൂർ പോയാലാണ് ഇപ്പൊ അഗ്നിഹോത്രികളെയൊക്കെ നമുക്ക് ദാനം ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മളൊരു സാധാരണ ഒരു സ്ഥലത്താണെങ്കിൽ അവിടെയുള്ള ഏതെങ്കിലും ഒരു ബ്രാഹ്മണന് ദാനം ചെയ്ത് അദ്ദേഹത്തിന്റെ അനുഗ്രഹം മേടിച്ച് നമ്മൾ ആ ഭഗവാന്റെ ആ തീർത്ഥം സേവിക്കാൻ. ആ തീർത്ഥം എന്ന് പറയുന്നത് ആ ഭഗവാനാണ്. ആ ഭഗവാൻ നമ്മളിലേക്ക് ലയിക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ നമ്മൾ ആ ഭഗവാനിലേക്ക് ലയിക്കുക എന്നുള്ളതാണ് ആ തീർത്ഥം സേവിക്കുന്നത്. അതോടുകൂടിയിട്ടാണ് ഏകാദശി വ്രതം പൂർണ്ണമാവുന്നത്. അപ്പൊ എത്രത്തോളം കഠിനമായിട്ട് നമ്മൾ വ്രതം അനുഷ്ഠിക്കാൻ സാധിക്കും അത്രത്തോളം വേഗം നമുക്ക് ആ മോക്ഷത്തിലേക്ക് എത്താൻ സാധിക്കും എന്നുള്ളതാണ്.
കഠിനം കുറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ അവിടേക്ക് എത്താനുള്ള സമയ ദൈർഘ്യം കൂടും. അപ്പൊ എത്രത്തോളം നമ്മൾ കഠിനത്തോട് കൂടിയിട്ട് നമ്മളിപ്പോ ശബരിമലയ്ക്ക് പോകുന്നു. ശബരിമലയ്ക്ക് പോകുന്ന സമയത്ത് നമ്മള് പമ്പയിൽ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മള് അങ്ങനെ കയറിക്കഴിഞ്ഞാൽ നമുക്ക് സാവധാനത്തിലേ കയറാൻ പറ്റുള്ളൂ. നമ്മൾ ഭക്ഷണമൊന്നും കഴിക്കാണ്ട് നമ്മൾ മല കയറാൻ തുടങ്ങിയാൽ വേഗം 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 ഭഗവാന്റെ അടുത്തേക്ക് എത്താൻ സാധിക്കും. അതേപോലെ തന്നെയാണ് ഏകാദശി വ്രതത്തിന്റെ ഉദ്ദേശം. അതായത് നമ്മള് എല്ലാം കഠിനമായിട്ട് കണ്ടുകൊണ്ട് നമ്മള് ഭഗവാനെ കണ്ടിലേക്കാണ് ഞാൻ പോകുന്നത് എന്ന് മനസ്സുകൊണ്ട് ഉരുകി പ്രാർത്ഥിച്ച് നമ്മള് അങ്ങോട്ട് ചെന്നു കഴിഞ്ഞാൽ വേഗം ഭഗവാനിലേക്ക് എത്താൻ സാധിക്കും. അതാണ് ഏകാദശി വ്രതത്തില് നമ്മൾ കഠിനമായിട്ട് എല്ലാ ഇന്ദ്രിയങ്ങളും ഉപേക്ഷിച്ചുകൊണ്ട് എല്ലാ ഇന്ദ്രിയങ്ങളെയും മാറ്റി നിർത്തിക്കൊണ്ട് കഠിനമായിട്ടുള്ള വ്രതം അനുഷ്ഠിക്കണം എന്ന് പറയുന്നതിന്റെ ഉദ്ദേശം. എന്നെ സംബന്ധിച്ച് രാധാദേവി എന്ന് പറയുന്നത് ഒരു ലോകമാതാവായിട്ടാണ് ഞാൻ സങ്കല്പിക്കുന്നത്. ഒരു കൃഷ്ണഭക്തിയായിട്ടുള്ള ആ ലോകമാതാവ് ഭഗവാനെ ഭക്തി കൊണ്ട് പ്രേമിക്കുകയാണ് ചെയ്യുന്നത്. പ്രേമം പല വിധത്തിലാണുള്ളത്. ഭഗവാനെ ഭക്തി കൊണ്ട് പ്രേമിച്ച് ആ ഭഗവാനിലേക്ക് ലയിക്കുകയാണ്. അതാണ് ആ ഭഗവാന് എന്തൊക്കെയാണോ താല്പര്യങ്ങള് അതെല്ലാം ആ രാധയിലൂടെ ഭഗവാൻ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ഭാഗവതത്തിൽ പറയുന്ന ഓരോ ഭാഗങ്ങളിലും ഭഗവാൻ വിവാഹം കഴിച്ചു എന്ന് പറയുന്നുണ്ട്, ഇല്ല എന്നും പറയുന്നു. രാധയെ വിവാഹം കഴിച്ചു എന്നും ഇല്ല എന്നും രണ്ട് വിഭാഗക്കാർ പറയുന്നു. പക്ഷെ ഭക്തിയുടെ ഒരു കാരുണ്യം കൊണ്ട് ആ രാധാദേവി ഭഗവാനിലേക്ക് ലയിക്കുന്ന ഒരു ഭാഗമാണ്. ആ ഏകാദശി ദിവസം എന്ന് തന്നെ പറയാം. ആ ഏകാദശി വ്രതം പോലെ തന്നെ ഭഗവാനെ കാലാകാലത്തോളം ഭജിച്ച് പൂജിച്ച് അങ്ങനെയുള്ള ആ രാധാദേവിയാണ് നമ്മൾ ഭഗവാനിലേക്ക് ലയിച്ചിരിക്കുന്നത്. അപ്പോ ഈ രാധാദേവി എന്ന് പറയുന്നത് തന്നെ ഒരു ഭക്തിയുടെ ഒരു പ്രഭാവം തന്നെയാണ് എന്നാണ്. ഭഗവാനിലേക്ക് എത്താനുള്ള ഒരു ശക്തി സ്വരൂപിണിയാണ് രാധാദേവി എന്നാണ് എനിക്ക് പറയാനുള്ളത്. രാധാദേവിയുടെ ആ ഭക്തിയാണ്, ആ കഠിനമായിട്ടുള്ള ഭക്തിയാണ് ആ ഭഗവാനിലേക്ക് എത്താൻ സാധിച്ചത് എന്ന് തന്നെയാണ്. ഒരു അനുഭവം, എൻ്റെ മനസ്സിലുണ്ടായ ഒരു അനുഭവം ഞാൻ പ്രേക്ഷകരോട് പറയാം. ഞാൻ അതായത് ഞാൻ 2021 ഏപ്രിൽ മുതൽ സെപ്റ്റംബർ 30 വരെയുള്ള കാലഘട്ടങ്ങളിലാണ് ഞാൻ ഗുരുവായൂർ മേൽശാന്തിയായിട്ട് സേവനം ഉണ്ടായത്. ആ സമയത്ത് ഗുരുവായൂരപ്പന് ഏകാദശിയല്ല പ്രാധാന്യം, വൈശാഖ മാസമാണ് ആ കാലത്ത് പ്രാധാന്യം. അതുപോലെ ശ്രീകൃഷ്ണ ജയന്തി അങ്ങനെയുള്ള ഉത്സവങ്ങളായിരുന്നു ഗുരുവായൂർ ഉണ്ടായിരുന്നത്. ഏകാദശി എന്ന് പറയുന്ന ഉത്സവം വൃശ്യവാസിലായത് കാരണം എനിക്ക് ആ സമയത്ത് അവിടെ ഗുരുവായൂരപ്പന്റെ പാദസേവ ചെയ്യാൻ സാധിച്ചിട്ടില്ല. എങ്കിൽ തന്നെ ആ വർഷത്തിൽ തന്നെ എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞു, അദ്ദേഹം ഗുരുവായൂരപ്പന്റെ അതിയായുള്ളൊരു ഭക്തനാണ്. അതിയായ ഭക്തൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരമഭക്തനാണ് അയാൾ. അദ്ദേഹം ദുബായിലാണ് സേവനം ചെയ്യുന്നത്. അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഗുരുവായൂരപ്പനെ നിത്യവും പൂജിക്കണം മേശാന്തി. അപ്പോ ഗുരുവായൂരപ്പന്റെ എഴുന്നള്ളിക്കണ പോലെയുള്ള ഒരു വിഗ്രഹം എനിക്ക് ഒന്ന് പൂജിച്ചു തരുമോ ചോദിച്ചു. അപ്പോ ഞാൻ പറഞ്ഞു, അതൊക്കെ പൂജിച്ച് അതൊക്കെ അവിടെ കൊണ്ടുവന്ന് വെച്ചാൽ ബുദ്ധിമുട്ടാവില്ലേ? പിന്നെന്താ? പക്ഷെ എന്റെ കാലത്തോളം എനിക്ക് ഗുരുവായൂരപ്പനെ ദിവസവും പൂജിക്കാൻ വേണ്ടി, എനിക്ക് പൂജിക്കാൻ വേണ്ടിയിട്ട് ഒരു വിഗ്രഹം മേശാന്തി ഒന്ന് പൂജിച്ചു തരണം. അപ്പൊ ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ, ഞാൻ നടവരമ്പില് ആണ് ഈ വിഗ്രഹങ്ങൾ ഉണ്ടാക്കുന്നത്. അവിടെ പോയി ആ ഗുരുവായൂരപ്പന്റെ ശിവേലി ബിംബം പോലെയുള്ള ഒരു ശിവേലി ബിംബം ഞാൻ വാങ്ങിച്ചു. അതിന് ഞാൻ എൻ്റെതായ താന്ത്രിക ചര്യകളൊക്കെ ചെയ്ത് അതിനെ പൂജിച്ച് അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇന്ന ദിവസം വരാം, ആ ദിവസം എനിക്ക് തന്നാ മതി എന്ന് പറഞ്ഞു. ആ ദിവസം അദ്ദേഹത്തിന് എന്തോ കാരണവശാൽ വരാൻ സാധിച്ചില്ല.
അപ്പൊ അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞിട്ട് ഞാൻ വരാം, അപ്പൊ ഞാൻ വിളിക്കാം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു ഈ വിഗ്രഹം ഞാൻ എന്താ ചെയ്യേണ്ടത് വെച്ചു. അപ്പൊ അത് തിരുമേനി അവിടെ പൂജിച്ചോളൂ, ദിവസവും പൂജിച്ചോളൂ പറഞ്ഞു. അമ്പലത്തിൽ എനിക്ക് ശാന്തി ഉള്ളത് കൊണ്ട് ഞാൻ അത് അമ്പലത്തിൽ കൊണ്ടുവച്ചു, തടപ്പള്ളിയിൽ ഒരു ഭാഗത്ത് കൊണ്ടുവച്ചു. ഞാൻ ദേവിക്ക് പൂജ ചെയ്യുന്ന സമയത്ത് ഭഗവാനും ഞാൻ ഒരു നറക്കല അവിടെ പൂജ കഴിക്കും. അങ്ങനെ പൂജിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹം അങ്ങനെ ഏകാദശി വന്നു. ദശമിയുടെ അന്ന് അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മേശാന്തി ഇപ്പൊ എവിടെയാ ഉള്ളത് വെച്ചു. ഞാൻ പറഞ്ഞു ഞാൻ നാട്ടിലുണ്ട്, എന്താ വേണ്ടത് വെച്ചു. അല്ല ഞാൻ എന്താ ഇപ്പൊ ദുബായിൽ നിന്ന് കയറുകയാണ്, ഞാൻ ഇന്ന് രാത്രിക്ക് ഞാൻ ഗുരുവായൂരെത്തും, ഏകാദശി മുഴുവൻ ഞാൻ ഗുരുവായൂരപ്പന്റെ മുമ്പിലാണ്. അപ്പൊ ഞാൻ പറഞ്ഞു അയ്യോ, അപ്പോ ഏകാദശി അപ്പൊ ഞാൻ പറഞ്ഞു എന്നാ അവിടെ തൊഴുതിട്ട് വരണം, ദശമിയുടെ അന്ന് ദശമി ഏകാദശി ദ്വാദശിയുടെ അന്ന് ദ്വാദശി പണം സമർപ്പിച്ചിട്ട് ഇങ്ങോട്ട് വന്നോളൂ, ഞാൻ എന്നാ ഈ വിഗ്രഹം തരാന്ന്. അത് പറ്റില്ല, മേശാന്തി അത് ഗുരുവായൂർ എത്തിച്ചേരണം, ഞാൻ ഇനി അങ്ങോട്ട് വരവുണ്ടാവില്ല, ഇവിടെ തന്നെയാണ് തിരിച്ചങ്ങോട്ട് പോവുകയാണെന്ന്. ഈ ഏകാദശിക്കായിട്ട് ഞാൻ വന്നതാണെന്ന് തോന്നുന്നു. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കണം അദ്ദേഹത്തിന്റെ ഭക്തി ഗുരുവായൂരപ്പനോട്. നമ്മൾ ഈ തൊട്ടടുത്തുള്ള ആൾക്കാരടക്കം അവിടെ പോയിട്ട് ഗുരുവായൂരപ്പനെ ഒന്ന് കാണാൻ സാധിക്കുന്നില്ല, പക്ഷെ താല്പര്യപ്പെടുന്നില്ല. ഈ തിരക്ക് അനുഭവിക്കാൻ എനിക്ക് വയ്യെന്നും പറഞ്ഞ് നമ്മളിവിടെ ഇരിക്കുക ചെയ്യാം. പക്ഷെ അദ്ദേഹം അതല്ല, അദ്ദേഹം ദുബായിൽ നിന്ന് ഇതിനു വേണ്ടിയിട്ട് ആ ഗുരുവായൂരപ്പനോടുള്ള ഭക്തി കൊണ്ട് തന്നെ, പൂർണ്ണമായിട്ടുള്ള ഭക്തി കൊണ്ട് തന്നെയാണ് അദ്ദേഹം വരുന്നത്. അങ്ങനെ ഞാൻ പറഞ്ഞു അത് ശരിയാവും തോന്നുന്നില്ല, ഞാന് എന്തായാലും ഞാൻ എന്തെങ്കിലും ചെയ്യാം, ഞാൻ വിളിക്കാൻ നോക്കാന്ന് പറഞ്ഞു. അതൊന്നും പറയാൻ പറ്റില്ല, മേശാന്തി അത് ഗുരുവായൂർ കൊണ്ടുവന്ന് തരണം എന്ന്. അങ്ങനെ അയാളെ ഫോൺ വെച്ചു. പിറ്റേ ദിവസം രാവിലെ ഏകാദശി കഴിഞ്ഞ് ഞാൻ ഭഗവാനെ ഇതേപോലെ സ്ഥിരമായിട്ട് പൂജിക്കുന്ന പോലെ ഞാൻ ഭഗവാനെ പൂജിച്ചു. ഈ വിഗ്രഹം ഒരു പട്ടിൽ കെട്ടി ഗുരുവായൂരപ്പനോട് പറഞ്ഞു പൂവല്ലേ നീ, ഏകാദശിയാണ് ഗുരുവായൂർക്ക് ചെല്ലാനാ പറഞ്ഞത്, നമുക്ക് പോവാ എന്നും പറഞ്ഞിട്ട് ഞാൻ ആ പട്ടിൽ കെട്ടി ഇവിടുന്ന് ഉച്ചയ്ക്ക് ഊണൊക്കെ കഴിഞ്ഞ്, ഏകാദശി അന്ന് വ്രതം ഭക്ഷണം ഗോതമ്പ് ഭക്ഷണം ഇതൊക്കെ കഴിച്ച് ഞാൻ ഇവിടുന്ന് ഗുരുവായൂർക്ക് പോയി. അപ്പൊ കുടുംബവും ഒപ്പം വരാൻ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു തൊഴാനായിട്ട് ഗുരുവായൂർക്ക് പോണമെന്നില്ല, ഇവിടെ ഗുരുവായൂർ ഏകാദശി എന്താണെന്ന് കാണാൻ വേണ്ടി നമുക്ക് പോവാം, തൊഴാനാണ് നിരീക്ഷിച്ചിട്ട് ഗുരുവായൂർക്ക് പോണം തോന്നുന്നില്ല ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞു. ഇന്ന് ഏകാദശി അല്ലേ, എന്തായാലും ഒന്ന് പോണം എന്ന് പറഞ്ഞു. ഞാനിങ്ങളും ഉണ്ട് എന്ന് പറഞ്ഞു ഇവര് കുടുംബമൊക്കെ. അപ്പൊ എന്നാ ശരി പോവാ എന്ന് പറഞ്ഞ് പോയി. അവിടെ ചെന്നു. ഏകദേശം ഒരു 4-5 കിലോളം ഭാരമുള്ള ഒരു വിഗ്രഹമാണ്. അപ്പൊ വണ്ടി നിർത്താനൊന്നും അവിടെ സ്ഥലമില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗുരുവായൂർ അന്നത്തെ ദിവസം അസാധ്യ തിരക്കാ. അങ്ങനെ എങ്ങനെയൊക്കെയോ ഒരു പോലീസുകാരന്റെ കാരുണ്യം കൊണ്ട് എവിടേക്കോ ആയിട്ട് ഒരു സ്ഥലത്ത് കഷ്ടിച്ച് വണ്ടി നിർത്തി. അവിടുന്ന് ഒരു കഷ്ടി ഒരു 1 കിലോമീറ്ററോളം നടന്നാലാണ് ക്ഷേത്രത്തിലേക്ക് എത്തുള്ളൂ. ഈ ക്ഷേത്രത്തിലേക്ക് എത്തണമെങ്കിൽ ഈ വിഗ്രഹം എന്റെ കുടുംബം പിടിച്ചു. ഞാൻ പിടിച്ചോളാം ഈ വിഗ്രഹം എന്നും പറഞ്ഞ അയാൾ അത് പിടിച്ചു. അയാൾ പിടിച്ച് അപ്പൊ ഞാൻ പറഞ്ഞു വേണ്ട, ഞാൻ 4-5 കിലോ ഉണ്ടല്ലോ, അപ്പൊ ഞാൻ പിടിച്ചോളാം, വേണ്ട ഞാൻ പിടിച്ചോളാം എന്ന് പറഞ്ഞ അയാൾ അങ്ങനെ തോളോട്ടിലിങ്ങനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഭഗവാനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അയാൾ ഇങ്ങനെ കൊണ്ടുപോയി. അങ്ങനെ ഭഗവതി കെട്ടുകൂടെ ഞാൻ അങ്ങനെ ഇറങ്ങി കഴിഞ്ഞപ്പോ സ്റ്റാഫ് ക്യൂ ഉണ്ടല്ലോ, അത് തന്നെയാണ് കടന്നു. സാധാരണ ഞാൻ വടക്കേ നടയിൽ കൂടെയാണ് കുളിച്ചു തൊഴുകയാണ് സാധാരണ. പക്ഷെ അന്നത്തെ ദിവസം തിരക്കായത് കാരണം ഞാൻ സ്റ്റാഫ് ക്യൂവിന്റെ അതിനെ കടന്നിട്ട് ഞാൻ ഈ വിഗ്രഹവും എന്റെ കുടുംബത്തിനെയും കൂട്ടിയിട്ട് ഞാൻ തൊഴുതു കഴിഞ്ഞപ്പോ മേശാന്തി അവിടെ ഇരിക്കുന്നു. മേശാന്തിയോട് പറഞ്ഞു ഇത് ഒരാൾക്ക് കൊടുക്കാനുള്ള വിഗ്രഹമാണ്, ഭഗവാന്റെ ആ പൂജ ചെയ്ത ആ പുഷ്പം ഇതിലേക്കൊന്ന് ഇടുവോ ചോദിച്ചു. അപ്പൊ അദ്ദേഹം പ്രസാദമായിട്ട് അദ്ദേഹം ഒരു ലേശം കളപ്പവും ഇതെല്ലാം കൂടിയിട്ട് അതിലേക്കാണ് ചാർത്തി. അത് ഞാൻ അങ്ങനെ ഈ പട്ടില് പൊതിഞ്ഞ് വെച്ചു. ഇനി ഞാൻ ഇങ്ങനെ അവിടെ ആ പടിഞ്ഞാറ് ആ മേശാന്തിന് അവിടെ നിന്നിട്ട് തന്നെ ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചു, ഗുരുവായൂരപ്പ ഇയാള് എന്നോട് ഈ ഗുരുവായൂർക്ക് വരാൻ പറഞ്ഞു. ഈ ജനസഹസ്രത്തിന്റെ ഇടയിൽ ഇയാളെ വിളിക്കാൻ പറ്റില്ല, ഫോൺ ഉപയോഗിക്കാൻ പറ്റില്ല ഗുരുവായൂർ ഉള്ളില്, ഞാൻ എവിടെ പോയിട്ട് അന്വേഷിക്കുക ഗുരുവായൂരപ്പ ആവശ്യം, ഇത് ഞാൻ തിരിച്ചങ്ങനെ കൊണ്ടുപോണ്ടി വരുമോ, നീ ഞാൻ എവിടെ പോയിട്ട് അയാളെ തന്നെ അന്വേഷിക്കുക, നീ അയാള് അന്വേഷിച്ച് നീ ചിലപ്പോ രാത്രിയൊക്കെയാണെന്ന് വെച്ചാൽ തിരിച്ച് എനിക്ക് ഇങ്ങോട്ട് എത്തും വേണ്ടേ, നാട്ടിലേക്ക് എത്തും വേണ്ട.
എന്തെങ്കിലും അവിടെ ഗുരുവായൂരപ്പ ഒന്ന് എന്റെ കൂടെ ഉണ്ടാവണേ എന്ന് പറഞ്ഞ ഞാൻ പ്രാർത്ഥിച്ച് വടക്കേ നടയിൽ കൂടെയാണ് കടന്നു. അങ്ങോട്ട് കടന്നില്ലേ ഈ വിദ്വാൻ അവിടെ നിൽക്കണു. ഈ വിഗ്രഹം എന്നോട് വേണമെന്ന് പറഞ്ഞ ആള് വടക്കേ നടയില് അവിടെ നിൽക്കാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, അയ്യോ ഞാൻ അങ്ങേ കാത്തിട്ട് എന്താ അങ്ങേക്ക് തരാനുള്ള വിഗ്രഹം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്, ഇത് പിടിച്ചോളൂ. എനിക്ക് ഇവിടുന്ന് തന്നാ പോരാ, എനിക്ക് ഭഗവാന്റെ മുമ്പിന്ന് തരണം എന്നായി. കുടുങ്ങിയില്ലേ? അപ്പൊ ഞാൻ പറഞ്ഞു, ഇത്രയും ശിക്ഷ എനിക്ക് വേണോ? എനിക്ക് വേണം, എനിക്ക് അത് ഭഗവാന്റെ മുമ്പിൽ നിന്ന് തന്നെ തരണം എന്ന്. അവിടെയാണ് വെച്ചാൽ ആ കൊടിമരത്തിന്റെ ചുവട്ടിലാണ് വെച്ചാൽ അസാധ്യ തിരക്ക്, അങ്ങോട്ട് കടക്കാൻ പറ്റില്ല. എന്തായാലും ഞാനത് കെട്ടിപ്പിടിച്ചു, എന്റെ ഭഗവാനെ എന്ന് പറഞ്ഞിട്ട് ഞാൻ കെട്ടിപ്പിടിച്ച് ഇയാളെ എന്റെ മുമ്പിൽ ഇങ്ങോട്ട് നടന്നോളൂ പറഞ്ഞു. അപ്പൊ ഒരു വാരനെയും കിട്ടി. അപ്പൊ ആരോട് പറഞ്ഞു, ഇന്നെ മുമ്പിലേക്ക് ആക്കി തരണം. അതെന്താ മേശാന്തി ഇങ്ങോട്ട് വരുമോ? അങ്ങനെ ആ വാരര് എന്നെ ഇടുമ്പോണ്ട് നേരെ മുമ്പിൽ ഇങ്ങോട്ട് കൊണ്ടുവന്ന് നിർത്തി ഈ വിഗ്രഹം അദ്ദേഹത്തിന്റെ കയ്യിൽ കൊടുത്തു. ആ കയ്യിൽ കൊടുത്തോട് കൂടിയിട്ട് ഞാൻ ഇനി പോവാട്ടോ എന്നും പറഞ്ഞിട്ട് അങ്ങോട്ട് തിരിഞ്ഞില്ലേ. പിന്നെ അദ്ദേഹത്തിനെ കാണാല്ലേ, എന്നെ കാണാല്ലേ. അദ്ദേഹത്തിനെ ഞാൻ പിന്നെ കണ്ടിട്ടില്ല ആ വിഗ്രഹം കൊടുത്തതിന് ശേഷം. പിന്നെ അദ്ദേഹം പിറ്റേ ദിവസം ഞാൻ ഇങ്ങോട്ട് വിളിക്കാണ് ഫോണില്. ഞാൻ ദുബായിലെത്തി, വിഗ്രഹം ഇവിടെ എത്തിയിട്ടേ ഞാൻ തുറന്നു നോക്കിയുള്ളൂ. എനിക്ക് വളരെ 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 ഇഷ്ടപ്പെട്ടു ആ വിഗ്രഹം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ആ ഏകാദശി ദിവസം ആ ഭഗവാനെ ഗുരുവുമായും കൂടിയിട്ട് എങ്ങനെയാണോ പ്രതിഷ്ഠിച്ചത് അതേപോലെ ഒരു വിഗ്രഹം എനിക്ക് അദ്ദേഹത്തിന് കൊടുക്കാൻ സാധിച്ചു. അതൊരു ഭഗവാന്റെ കാരുണ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ഭഗവാന്റെ കാരുണ്യമല്ല, അങ്ങനെ ഒരു കാരണം എനിക്ക് ഉണ്ടാവാൻ കാരണം എന്റെ ഗുരുക്കന്മാരും കാരണവന്മാരും ഒക്കെ ചെയ്തതിന്റെ പുണ്യമായിട്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. അവരെന്തെങ്കിലും ഭഗവാന് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ചെറിയൊരു അംശമാണ് എനിക്ക് ഇത് ഇത്രയെങ്കിലും ഭഗവാന്റെ മുമ്പിൽ വെച്ച് ചെയ്യാൻ സാധിച്ചത്. അത് വലിയൊരു അനുഗ്രഹം തന്നെയാണ്. ഇതൊരു എന്റെ ശരിക്കുള്ള അനുഭവമാണ് അന്ന്. പിന്നെ അതിനുശേഷം ഞാൻ പിന്നീട് ഏകാദശി ദിവസം പോവാറില്ല. ഒന്നുകിൽ ദ്വാദശിയോ അല്ലെങ്കിൽ ത്രയോദശിയോ ആയിട്ടോ ദിവസങ്ങളിലെ ഞാൻ പോവാറുള്ളൂ സാധാരണ. ബാക്കിയെല്ലാം ഈ ഒരു ദിവസം മാത്രമാണ് ഞാൻ ഏകാദശി ദിവസം പോയത്. അന്ന് ശരിക്കും പറഞ്ഞാൽ ഭഗവാൻ എന്റെ കൂടെ ഉണ്ട്. അല്ലെങ്കിൽ അദ്ദേഹത്തിനെ കാണാനും എനിക്ക് ഈ ജനസഹസ്രത്തിന്റെ ഇടയില് എനിക്ക് അദ്ദേഹത്തിനെ കാണാനും സാധിക്കില്ല. അദ്ദേഹം ആ വടക്കേ നടയിലെ നെറ്റിയോട് കൂടിയിട്ട് അദ്ദേഹത്തിനെ കാണാൻ സാധിച്ചു എന്നുള്ളതാണ് ഭഗവാന്റെ കാരുണ്യം തന്നെയാണ് അന്ന് ഇത്. അല്ലെങ്കിൽ ഞാൻ അദ്ദേഹത്തിനെ കാണുന്നവരെ ഞാൻ ഒന്നുകിൽ ഗുരുവായൂർ നിൽക്കണം. കുറെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അദ്ദേഹം ഫോൺ ചെയ്യും, ഞാൻ ഇന്ന സ്ഥലത്ത് എത്തിന്ന്, ഞാൻ ഇന്ന ഹോട്ടലിലുണ്ടാ, അങ്ങോട്ട് കൊണ്ടുവന്നോളൂ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് കൊണ്ടുവന്ന് കൊടുക്കട്ടെ. പക്ഷെ അതൊന്നും വേണ്ടി വന്നില്ല. ഭഗവാൻ നേരിട്ട് അദ്ദേഹത്തിനെ കാണിച്ചു കൊടുത്തു, ദാ എന്നെ കൊടുത്തോളൂ എന്ന് പറയണ പോലെ ധൈര്യമായിട്ട് അവർ കൊടുത്തോളൂ എന്ന് പറഞ്ഞാൽ കാണിച്ചു തരുന്നതാണ് അദ്ദേഹത്തിന്. അപ്പൊ അതൊരു വലിയ അനുഗ്രഹമായിട്ടാണ് അവിടെ അദ്ദേഹം ഭഗവാന്റെ ചൈതന്യം എന്ന് പറയുന്നത്, ഗുരുവായൂര് ഭഗവാന്റെ ചൈതന്യം എന്ന് പറഞ്ഞാൽ എത്രയാണെന്ന് പറയാൻ പറ്റില്ല. അദ്ദേഹത്തിനെ ഞാൻ പൂജിക്കുന്ന സമയത്ത്, അദ്ദേഹം അത്താഴ പൂജയ്ക്ക് സമയത്താണ് ഞാൻ പലരും മേശാന്തിയോട് പല കാര്യങ്ങളും പറയാറുണ്ട്. ഓരോ പ്രശ്നങ്ങൾ, ഓരോരോ സങ്കടങ്ങൾ പറയും. ഇതൊക്കെ ഞാൻ പറയുന്നത് അത്താഴ പൂജ സമയത്ത് ഞാൻ ഗുരുവായൂരപ്പ എന്നെ ഈ നിലയിലേക്ക് എത്തിച്ചില്ലേ. അപ്പോ ഞാൻ പറയണത് ലേശെങ്കിലും ഒന്ന് കേൾക്കണേ, എന്റെ അടുത്ത് വന്ന ആൾക്കാർക്ക് എന്തെങ്കിലും ഈ സങ്കടങ്ങളൊന്ന് തീർത്തു കൊടുക്കണേ ഗുരുവായൂരപ്പ എന്ന് പറയാറുണ്ട്. ഞാൻ അത് അത്താഴപൂജ സമയത്താണ്, നടടച്ചിരിക്കുന്ന സമയത്ത് ഞാനും ഗുരുവായൂരപ്പനും മാത്രമേ ഉണ്ടാവുള്ളൂ. ആ സമയത്താണ് ഗുരുവായൂരപ്പനോട് ഞാൻ പറയാറുള്ളത്, ഗുരുവായൂരപ്പ എന്തെങ്കിലും എന്നോട് വന്ന സങ്കടങ്ങൾ അങ്ങയോടാണ് ഈ പറയണത്, എന്നോടായിക്കോട്ട് പറയുന്നു, ഞാനൊരു ദൂതനെ പോലെ നിൽക്കുകയാണ്, ആ സങ്കടങ്ങൾ തീർത്തു കൊടുക്കണേ എന്ന് പറയും. അത്ര ഞാൻ അദ്ദേഹത്തിനോട് പറയാറുള്ളൂ. അത് നല്ലോണം ആ പറയുന്ന ആൾക്കാര് അവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ വരികയാണെങ്കിൽ അവർ പറയാറുണ്ട് സമാധാനമുണ്ട്, മേശാന്തി എന്ന് പറയാറുണ്ട്. അത് കേൾക്കുമ്പോ തന്നെ നമുക്ക് വളരെ സന്തോഷമാണ്. നമ്മൾ ഗുരുവായൂരപ്പനോട് പറഞ്ഞിട്ട് കേട്ടൂല അത് ഗുരുവായൂരപ്പൻ എന്ന് പറയുമ്പോ അതാണ് ഗുരുവായൂർ മഹാത്മ്യം. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഉള്ളു തുറന്ന് നല്ലോണം പ്രാർത്ഥിച്ചാൽ, ഭഗവാനെ വിളിച്ചു കഴിഞ്ഞാൽ ഭഗവാന് കേൾക്കും, യാതൊരു സംശയമില്ല കാര്യത്തിൽ. കൃഷ്ണ കാരുണ്യ സിന്ധു കൃഷ്ണ ആപത് ബാന്ധവ